പ്രതീക്ഷകൾ എന്ന് പറയുന്നത് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ കുടുംബമായിട്ട് തന്നെ പ്രേക്ഷകർ ഓരോരുത്തരും പോയി കാണേണ്ട സിനിമയാണ്. അപ്പൊ ആ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക്, സത്യസന്ധമായൊരു സിനിമയാണ് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത്. അത് എല്ലാവരും രണ്ട് കൈയും നീട്ടി മലയാളി സ്വീകരിക്കുന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബാക്കി എല്ലാം ആ തുടക്ക ദിവസങ്ങളിൽ തന്നെ, ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ സിനിമകളുടെ കൂടെയാണ് ഞങ്ങളുടെ സിനിമ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ എത്തിയ സിനിമ കണ്ടാൽ മാത്രമേ ഞങ്ങളുടെ സിനിമ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളൊരു സാധനം കൂടി, ഒരു സിനിമയുടെ യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അതും കൂടെ ഒന്ന് എടുത്തു പറയുകയാണ്. പിന്നെ കാണാമെന്ന് വിചാരിച്ച് നിൽക്കാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് സിനിമ കണ്ട് നിങ്ങളുടേതായ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. നമ്മളിപ്പോ വലിയ സിനിമ, ചെറിയ സിനിമ എന്ന് എപ്പോഴും കാറ്റഗറി ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയല്ലേ വലിയ സിനിമ. കുറെ പൈസ മുടക്കിയാൽ ഒരു വലിയ സിനിമയാവോ? ഞാൻ കാര്യമായിട്ട് കുറെ കലാകാരന്മാർക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്ത് വലിയൊരു പടം പിടിച്ചാല് ടെക്നീഷ്യൻസ് ഭയങ്കര ടെക്നിക്കലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു പടം വലിയ സിനിമയാകോ? ഇല്ല. എന്റെ ഒരു അഭിപ്രായത്തില് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ പൊറുക്കുക. പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട് ഒറ്റക്കെട്ടായിരുന്നു കൈയടിക്കുന്ന ഒരു സിനിമയല്ലേ ഏറ്റവും വലിയ സിനിമ അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ നമ്മളല്ലേ ഇത്രയും കാലം? നമ്മൾ മണിക്കൂറുകളോളം ഒരു സിനിമ കാണാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് 2 മണിക്കും 3 മണിക്കും വരെ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു, കുടുംബസമേതം ഇല്ലേ? ആ സിനിമകളെല്ലാം ഹിറ്റല്ലായിരുന്നോ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സിനിമ, അല്ലെങ്കിൽ വലിയ സിനിമ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് വലിയ സിനിമ. അത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, ഏത് സിനിമ വലുതാക്കണം, ഏത് സിനിമ ചെറുതാക്കണമെന്ന്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിലാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഹരിശേനോട്. നാളെ റിലീസ് ആവാണ് അടുത്ത ദിവസം. അപ്പൊ കളങ്കാവലിനെ കുറിച്ച് പണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. വിനായകനെതിരെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, യേശുദാസിനെതിരെ പറഞ്ഞ സമയത്ത്. അപ്പൊ മമ്മൂക്ക വിനായകന്റെ കൂടെ അഭിനയിക്കുന്നതിനെതിരെ മമ്മൂക്ക പ്രതികരിക്കാത്തതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ കളങ്കാവൽ ഇറങ്ങുകയാണ്, ഇപ്പോഴും ആ നിലപാട് തന്നെയാണോ? അതല്ല, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്തോ ഒരു ദശകണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയൊരു, അതായത് അടൂർ സാറാണെങ്കിലും യേശുദാസ് സാറാണെങ്കിലും മലയാളിയുടെ ഏറ്റവും വലിയ വേണ്ടപ്പെട്ട 2 സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ്, 2 രീതിയിലാണെങ്കിൽ പോലും. അപ്പൊ അത്തരം ആളുകളെ അടച്ചാക്ഷേപിച്ച് അതിന്റെ പിറ്റേത്തെ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റർ പങ്കുവയ്ക്കുന്നതില് ഒരു അപാകത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം മോശപ്പെട്ട കലാകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞ രീതിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും അയാളും തമ്മിൽ എന്ത് വ്യത്യാസം? അതല്ല അപ്പൊ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലുള്ള ഒരു ധാർമ്മികതയുണ്ട്, ഒരു സമൂഹത്തിന്റെ ഒരു നമ്മൾ പുലർത്തേണ്ട അത് നമ്മൾ ആരോടാണെങ്കിലും ചൂണ്ടിക്കാണിക്കും. അങ്ങനെ അത് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്തമാണ്. ഒരു കലാകാരൻ നിലയ്ക്ക് പറയാം അത്തരം കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം, അല്ലാതെ ആ സിനിമയെ കുറിച്ചോ അതിലെ വ്യക്തി കലാകാരനെ കുറിച്ചോ ഒന്നും ഒരു അഭിപ്രായം. പലപ്പോഴും നേരെ മറിച്ച് നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആളുകളും കൂടിയാണ്. കളങ്കാവലില് ഭയങ്കര അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഒക്കെ പോസിറ്റീവായി മാറില്ലേ വിനായകന്? അല്ല, പക്ഷെ അദ്ദേഹം കാണിച്ച സാധനങ്ങൾക്ക് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നു? അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കൊണ്ട് ഒരാളുടെ അയാള് കാണിച്ചു കൂട്ടിയ സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവോ? ഒരിക്കലും ഇല്ല. മലയാളി അത്ര പൊട്ടന്മാരൊന്നുമില്ല. മലയാളി ഇതിലും വലിയ ആക്ടേഴ്സിനെയും ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു വന്ന ആളുകളാണ്. അതല്ല, ആക്ടർ എന്നുള്ള രീതിക്ക് അംഗീകരിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോലും അല്ലാത്ത ചില സംഭവങ്ങളിൽ വരുന്ന വിഷയങ്ങളുണ്ട്. അതിപ്പോ അദ്ദേഹം മാത്രമല്ല, ആരാണെങ്കിലും അത് പറയും. അത് പറഞ്ഞിരിക്കുമല്ലോ. അതല്ലേ ധാർമ്മികത നമ്മളെപ്പോഴും ഉയർത്തി പിടിക്കണ്ടേ? പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പൊ വലിയ സിനിമ ചെറിയ സിനിമ സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണം ഉണ്ടായിട്ടാണ് കേട്ടോ പറഞ്ഞു. വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മളൊരു വലിയ നടൻ എന്ന് പറയുന്നത് എന്താ? ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടൻ അല്ലേ? ഒരു നടി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? എല്ലാവരും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് വലിയ നടൻ അല്ലെങ്കിൽ വലിയ നടി എന്നൊക്കെ പറയും. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന അല്ലേ? പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് പെർഫോം ചെയ്യുമ്പോഴാണല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അപ്പോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് നല്ല സിനിമയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സിനിമ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ പൊറുക്കാം.